ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, മറ്റു എന്റെ മുന്നിലിരിക്കുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കളെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മസാഫ് 24ന്റെ അതിപ്രൗഢമായ വേദിയിലാണ്. നാദർ ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് സംവദിക്കാനുള്ള വിഷയം തിരുദൂതരും അനുയായികളും ഗുരുശിഷ്യ വഴിയിലെ ഉദാത്ത മാതൃക എന്ന കാലിക പ്രസിദ്ധമായ വിഷയത്തെ കുറിച്ചാണ്. ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ബന്ധത്തിൽ ഒന്നാകുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബത്തും തമ്മിലുള്ള ബന്ധം. ഇതൊരു സാധാരണ ഗുരുശിഷ്യ ബന്ധത്തെക്കാൾ വളരെ അടുത്തതും ആയമേറിയതുമാകുന്നു. ഇത് കേവലം മതപരമായ ബന്ധം മാത്രമായിരുന്നില്ല. കുടുംബ ബന്ധം, സൗഹൃദം, സഹോദരത്വം തുടങ്ങിയ നിരവധി വശങ്ങൾ ഉൾക്കൊണ്ടതാകുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബത്തും തമ്മിലുള്ള ബന്ധം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്ഹാബി കന്നുജൂം, അതെ, എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്. ഇത് പ്രവാചകൻ അവിടുത്തെ ശിഷ്യ സമൂഹത്തിന് നൽകിയ പ്രാധാന്യത്തെ വിളിച്ചോതുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സഹാബികളോടും സമത്വത്തോടെയാണ് പെരുമാറിയിരുന്നത്. അവരുടെ സാമൂഹിക പദവി, സമ്പത്ത് എന്നിവയൊന്നും അവരുടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും തമ്മിലുള്ള ബന്ധത്തെ സ്വാധീനിച്ചിരുന്നില്ല. കറുത്തവരെയും വെളുത്തവരെയും അന്തരെയും എല്ലാം ഒരുപോലെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമീപിച്ചിരുന്നത്. ഒരിക്കൽ ഒരു അന്ധനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മഖ്തൂം റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ചില കാരണത്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖം തിരിക്കുകയുണ്ടായി. ആ സംഭവത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബി വരുമ്പോൾ തട്ടം വിരിച്ചു കൊടുക്കുകയും സ്നേഹത്തോടെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബികളോട് കാണിച്ച സ്നേഹം, സഹകരണം, ത്യാഗം എന്നിവയെല്ലാം അവർക്കൊരു മാതൃകയായിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയിൽ സഹാബികൾ പ്രവാചകനോടൊപ്പം അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഈ ബന്ധത്തിന്റെ ആഴം തെളിയിക്കുന്നു. സഹാബത്ത് ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തികൾക്കും പൂർണ്ണമായ സഹകരണവും പിന്തുണയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പുവരുത്തിയിരുന്നു. മദീന പള്ളി നിർമ്മിക്കാൻ വേണ്ടി സഹാബത്ത് പലയിടങ്ങളിലായി ഓരോ ഇഷ്ടിക വീതം ചുമന്നു കൊണ്ടുവന്നപ്പോൾ അമ്മാർ റളിയല്ലാഹു അൻഹു 2 ഇഷ്ടിക വീതം ചുമന്നു കൊണ്ടുവന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹത്തോടെ അവിടുത്തെ ചുമർ തട്ടിക്കൊടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. വളരെ യാദൃച്ഛിക ഖന്തഖ് യുദ്ധത്തിനു വേണ്ടി സ്വഹാബത്ത് കിടങ്ങു കയറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശപ്പ് സഹിക്കാനാവാതെ വയറ്റത്ത് കല്ല് കെട്ടി വെച്ചുകൊണ്ട് അവർക്കൊപ്പം ആ പ്രവർത്തനത്തിൽ പങ്കാളിയായി. ഗുരുവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചലനനിശ്ചലങ്ങൾ അപ്പോൾ ജീവിതത്തിൽ പകർത്തുക എന്നതായിരുന്നു സഹാബത്തുൽ കിറാമത്തിന്റെ ഹോബി. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂൽ സഞ്ചരിച്ച അതേ വഴിയിലൂടെ സഞ്ചരിക്കുവാനും റസൂൽ നിസ്കരിച്ച അതേ സ്ഥലത്ത് വെച്ച് നിസ്കരിക്കുവാനും പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയ ചരിത്രത്തിൽ കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗമായ കാരണത്താൽ പള്ളിയിലേക്ക് എത്താൻ വൈകുകയും പിന്നീട് സ്വഹാബത്തിന്റെ സഹായത്തോടെ ജമാഅത്ത് തുടങ്ങിയതിനു ശേഷമാണ് പള്ളിയിലെത്തിയത്. അപ്പോൾ നിലവിൽ ഇമാമായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബഹുമാനം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം അറിഞ്ഞപ്പോൾ ബഹുമാനം കൊണ്ട് പിന്നിലേക്ക് ഇറങ്ങി നിൽക്കുകയും ചെയ്തു. ഇത് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനത്തെ വിളിച്ചോതുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകൾ ശേഖരിക്കുന്നതിൽ സഹാബത്തുൽ കിറാം പ്രത്യേകം ഉന്മേഷവാന്മാരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുവാനും അവിടുത്തെ ചരിവിൽ വിറ്റാനും അത് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞ് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.